തന്നെ എപ്പോഴും സംസാര വിഷയമാക്കുന്ന 2-3 പള്ളിമുറികളാണ് ഭരണങ്ങാനം, കുറഞ്ഞാട്, അരുവിത്തറ. അത് ഓരോന്നിനും അതിൻ്റേതായ യുണീക്ക്നെസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. പള്ളി മുറികളിൽ ഇത്രയും പ്രാധാന്യമുള്ള മന്ദിരങ്ങൾ ഒരുപക്ഷെ മറ്റു രൂപതകളിൽ പോലും അധികം കാണാൻ എളുപ്പമല്ല. ഏതാണ് ഏറ്റവും വലിയ പള്ളിമുറി? നമുക്ക് ഇവിടെ വെച്ചൊന്നും തീരുമാനിക്കാൻ ഒക്കെയല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം ഏതായിരുന്നു ഏറ്റവും നല്ലത്. പണ്ടൊരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? അപ്പോൾ കുറേ കുട്ടികൾ ആന എന്ന് പറഞ്ഞു, കുറേ കുട്ടികൾ ജിറാഫ് എന്ന് പറഞ്ഞു, ഒരു കൊച്ചു മാത്രം പറഞ്ഞു വീൽസ്, തിമിംഗലമാണ്. അതിൻ്റെ കാരണം ടീച്ചർ സമ്മതിച്ചില്ല. കാരണമായിട്ട് കൊച്ചു പറഞ്ഞു, യോനായെ വിഴുങ്ങിയ ജീവിയാണല്ലോ, സാധാരണ അങ്ങനെ ഒരു ജീവി ചെയ്യുന്നതല്ല, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലുത്. ടീച്ചർ സമ്മതിച്ചില്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകും. ടീച്ചർ ചോദിച്ചു, യോന സ്വർഗത്തിൽ കാണുമെന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? അപ്പോൾ കൊച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടീച്ചർ നരകത്തിൽ ചെല്ലുമ്പം യോനായുടെ അവിടെ വെച്ച് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞവരെയാണ്. നമ്മൾ ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുമ്പം നമുക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എങ്കിലും നമുക്ക് നമ്മുടെ രൂപതയുടെ വലിയൊരു ഹെറിറ്റേജ് ട്രഷർ ഹൗസാണ് ഈ പറഞ്ഞ വൈദിക മന്ദിരങ്ങളെല്ലാം. ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ 1004 സ്ഥാപിതമായ ഇടവക ചരിത്രം കൊണ്ടും വലിപ്പം കൊണ്ടും ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടുമെല്ലാം വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇടമാണ്. ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഒരു പേര് തന്നെ ഭരണങ്ങാനമായിരിക്കാം. നമ്മുടെ ഈ നാളുകളിൽ കുൻസ്വാമിയുടെ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. ക്ലാരപ്പുണ്യവതിയുടെ ഓർമ്മദിനം ഇന്ന് സായാഹ്നത്തിലെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ആ ഒരു ഹെറിറ്റേജും ഈ ഭരണങ്ങാനത്തെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുന്നു എന്നത് സത്യസന്ധമായ കാര്യമാണ്. നമുക്കതിലെല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ പള്ളിമുറി ഞാൻ കൊച്ചുനാൾ മുതൽ എൻ്റെ ഓർമ്മയിലുള്ള 2 പള്ളിമുറികളാണ് ഈ ഭരണങ്ങാനം, അരുവിത്തറയും. എനിക്കന്ന് പുറത്തിറങ്ങാൻ അത്രയും കുട്ടിക്കാലത്തൊന്നും പരിചയമില്ലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഈ 2 സ്ഥലത്തും ആളുകൾ വളരെയധികം കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രമാത്രം ജനങ്ങൾ കയറി ഇറങ്ങിയ പള്ളിമുറികൾ വളരെ അപൂർവമായിരിക്കും. എപ്പോൾ ഇവിടെ വന്നാലും വലിയ വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അതിനു മുമ്പിൽ ഞാൻ ഈ പ്ലാഷന സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവിടെ പെരുന്നാളിനൊക്കെ വരുമ്പോൾ ഈ പള്ളിമുറികളിൽ എല്ലാം ആളുകൾ ഓരോ ആവശ്യത്തിനു വേണ്ടി വരുന്നു. ഇവിടെ ഒത്തിരി അച്ഛന്മാരുണ്ട്. വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛന്മാരും ഒന്ന് പലരും ഇവിടെയും അരുവിത്തറയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ധാരാളം ആളുകൾ വരുന്നു. അതുകൊണ്ട് ഈ പള്ളിമുറി ഇവാഞ്ചലൈസേഷൻ്റെ വലിയൊരു കേന്ദ്രമാണ്. ഇവിടെ വന്ന് ഈശോയെ കുറിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ സഭാവിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നു, ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് കേൾക്കുന്നു. ഒരുപാട് ഇവാഞ്ചലൈസേഷൻ്റെ ചിന്തകൾ നൽകിയ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിച്ച ഒരിടമാണ് ഈ പള്ളിമുറി. അതുപോലെ ദൈവപള്ളികളുടെ കേന്ദ്രമായിട്ട് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പള്ളിമുറി ഇതിനകത്ത് തന്നെയാണ് യോഗശാല, അതുപോലെ മറ്റ് ഭക്ത സംഘടനകളുടെ കൂടിവരവെല്ലാം. പള്ളി ഭരണത്തിലും ആധ്യാത്മികമായ കാര്യത്തിലുമെല്ലാം ഈ ഭരണങ്ങാനം പള്ളിമേളയ്ക്ക് വലിയൊരു യുണീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണങ്ങാനവും പുറലങ്ങാനും ഇത്രമാത്രം ഹെറിറ്റേജ് ഉള്ള പൗരാണികത്വമുള്ള പള്ളിമുറികൾ നമ്മൾ കളയരുതെന്ന് നിർബന്ധമായിട്ട് പറയും. അച്ഛന്മാരെല്ലാം അത് കേൾക്കുകയും അതിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് വരുമ്പോൾ ആ ഒരു കെട്ടിടത്തോട് ചേർന്ന് ഉള്ള നിർമ്മിതിയിൽ അവരെല്ലാം സംതൃപ്തരുമാണ്. അരുവിത്തറ വന്നപ്പോഴും ഇവിടുത്തെ കാര്യം വന്നപ്പോഴും പുറലങ്ങാടും ചില പരിമിതികൾ ഇപ്പോൾ പള്ളിമുറിക്ക് ഉള്ളത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, നിലവിലുള്ള പള്ളിമുറിയെ തുടരുത്. എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അതുകൊണ്ട് ആവശ്യമാണ്. കലോചിതമായ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒറിജിനലായിട്ടുള്ള വാട്ട് ഈസ് ആൻറ്റിക് അത് നമ്മൾ പ്രിസർവ് ചെയ്യും. കേവലം ഓൾഡ് ആയിട്ടുള്ളത് പഴഞ്ചനായി പോകുന്നത് മാറ്റി കളയണം. അത് നമുക്ക് ജീവിക്കാൻ വൃത്തിയില്ല. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആൻറ്റിക്വിറ്റിയും ഒപ്പം ഇതിൻ്റെ
മോഡേണായിട്ടുള്ള ആവശ്യങ്ങളുമൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞതും വികാരിമാരും ഈ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അവരോട് ഞാൻ ഈ കാര്യം ശക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊന്നും ഒരു തടസ്സവും അവർ പറഞ്ഞില്ല. അങ്ങനെയാണ്, അങ്ങനെ ചെയ്താൽ മതി, അതാണ് നല്ലത്. കാരണം ഈ പള്ളിമുറി കണ്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് നമ്മൾ തീർത്തു കളയുമ്പോൾ നമുക്ക് അവരോട് മതിയായ രീതിയിൽ ഉത്തരം പറയാൻ പറ്റാതെ വരും. ഒരു മതില് കെട്ടിവെച്ചിരിക്കുന്നത് പൊളിക്കുമ്പോൾ എന്തിനാണ് അവിടെ കെട്ടിയിരുന്നത് എന്ന് നമ്മൾ 1000 തവണ ആലോചിച്ചിട്ട് അത് പൊളിക്കാവോ അല്ലെ പൊളിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാവോ എന്ന് ഞാൻ ഏതോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഇതുപോലുള്ള വലിയ സ്മാരകങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. ഇവിടെ വൈദിക പരിശീലനം നടന്ന സ്ഥലമാണ്. നമ്മുടെ അക്കരപ്പള്ളിയോട് ബന്ധപ്പെട്ടാണ് കൂടുതലും അത് മെൽപ്പാനൈറ്റ് സിസ്റ്റം വന്നത്. ഇവിടെ നമ്മൾ ഈ കൊറോണ കാലത്തും ഇവിടെ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു. അവരെ വളരെ താല്പര്യമായിട്ട് ബഹുമാനപ്പെട്ട ദൈവദർശന് നോക്കുകയും അന്വേഷിക്കുകയും അവർ വളരെ തൃപ്തികരമായ രീതിയിലാണ്. നമ്മൾ 4-5 പള്ളികൾ പ്രവർത്തനങ്ങളും വലിയത്തിലെല്ലാം ഏൽപ്പിച്ചിരുന്നു. ആ വികാരിമാരും അവിടുത്തെ ദൈവജനവും വലിയ താല്പര്യത്തോടു കൂടി അവിടെ കണ്ടു. നമ്മൾ കുർബാനയ്ക്ക് പള്ളിയിൽ കിടന്നു, ആഘോഷമായ ബലിയർപ്പണം, മാഷന്മാർക്ക് നല്ലൊരു പാസ്റ്ററൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ ഭരണജ്ഞാനം പള്ളി ഒരുപാട് വർഷങ്ങൾ വൈദിക വിദ്യാർത്ഥികളെ ഇവിടുത്തെ കത്തനാരന്മാരുടെ കൂട്ടത്തിൽ നിർത്തി താമസിപ്പിച്ച് ക്രിയാനിയും ലത്തീനും ദിവാരാധനക്രമവും ബൈബിള് വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത ഒരു ഇടം കൂടിയാണ്. അതെല്ലാം നമ്മൾ പരിഗണനയിൽ എടുക്കുമ്പോഴാണ് ഭരണജ്ഞാനത്തിൻ്റെ ഇൻ്റഗ്രലായിട്ടുള്ളൊരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ 1004 മുതൽ പിന്നീട് അന്നൊക്കെ അച്ഛന്മാർ ചിലരൊക്കെ വീട്ടിൽ താമസിച്ചിരുന്നു. അന്നത്തെ സിസ്റ്റം ആ തരത്തിലുള്ളതായിരുന്നു. പിന്നീട് പള്ളിമുറികൾ പണിതപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ റീസിഡൻസ് ഭരണജ്ഞാനത്തിലുണ്ടായിരുന്നു. ഈ പള്ളി ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ പള്ളിമുറി 1901 അന്നത്തെ ഒരു ഫാദർ തയ്യിൽസ് സ്കറിയ കത്തനാരാണ് ഇത് പണിയിപ്പിച്ചത്. ഇത് നവീകരിച്ചതും ഒരു സ്കറിയ കത്തനാരാണല്ലോ. 1.25 നൂറ്റാണ്ട് കഴിയുമ്പോൾ അക്കപ്പാട്ട് സ്കറിയ നവീകരിച്ചപ്പോൾ അവിടെയും ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഈ പള്ളി ഒരുപാട് ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളിമുറി ഒത്തിരി പേർക്ക് വിശ്വാസ പരിശീലനം നൽകിയിട്ടുണ്ട്. ഇടപാടകം കേൾക്കുന്നു, അല്ലെങ്കിൽ നല്ല വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒത്തിരി അച്ഛന്മാരിവിടെ റിട്ടയർ ചെയ്തും താമസിച്ചിരുന്നു. അതെല്ലാം ഈ ദേശത്തിൻ്റെ വലിയൊരു പുണ്യമായിരുന്നു. അങ്ങനെ നമുക്ക് ഈ പള്ളിമുറി അനേകരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം നല്ലൊരു പ്രത്യാശ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ക്ലാരപ്പൊന്നുവിനെയൊക്കെ പറയുന്നതാണല്ലോ, ഓഗ്നിയ പ്രോ ക്രിസ്തോ, എല്ലാം ഈശോയ്ക്ക് വേണ്ടി. ആ എസ്കത്തോളജിക്കൽ ഡ്രൈവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രാൻസിസ്കൻ ട്രഡീഷൻ്റെയും കേന്ദ്രത്തിൽ നിൽക്കുന്നത്. എല്ലാം ഈശോയിലും സുവിശേഷത്തിലും നമ്മൾ കണ്ടെത്തി അതിനോട് നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴാണ്. ഫ്രാൻസിസ് ഒരു കുഷ്ഠരോഗിയെ ഫിക്സ് ചെയ്തപ്പോൾ അതേക്കുറിച്ച് വേദശാസ്ത്രങ്ങൾ പറയുന്നത് ഈ ചലഞ്ച് ഹിംസെൽഫ്. നമ്മളാണെങ്കിൽ മറ്റാരെങ്കിലും ചലഞ്ച് ചെയ്യാനാണ് പലപ്പോഴും നോക്കുന്നത്. ഈ പുണ്യവാന്മാരൊക്കെ ചലഞ്ച് ജംഗ്ഷൻസ്. കുഷ്ഠരോഗിയെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിയും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു മാർഗം അതാണല്ലോ. അല്ലെങ്കിൽ പോവർട്ടിയെ, ദാരിദ്ര്യത്തെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രമാത്രം ഇൻറ്റിമസിയോടുകൂടി നമ്മളതിനെ കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ആ പുണ്യവതിയുടെ വർമ്മദിനത്തിലും നമുക്ക് ഇതിൻ്റെ ആശീർവാദ കർമ്മങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ ഭരണജ്ഞാനം നമുക്ക് നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക സഭ മലബാറിൻ്റെ മാത്രമല്ല, ഇതിനൊരു വളരെ എക്യുമെനിക്കലായിട്ടുള്ള ഈവൻ ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള ധാരാളം അവസരങ്ങൾ ഞാനിവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ പള്ളിമുറിയിൽ വരുന്നതും അച്ഛന്മാരെ കാണുന്നതും മേടയുടെ മുകളിൽ കയറുന്നതും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രമാത്രം ഒരു തുറവിയുള്ള ഒരു കെട്ടിടമാണ് ഈ പള്ളിമുറി. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സോഷ്യൽ ഗ്രേസ് കൂടെ കീപ്പപ്പ് ചെയ്ത പള്ളിമുറികൾ അപൂർവമായിരിക്കും.
അതിവിടെയുള്ള സംസ്കൃത അച്ഛന്മാരുടെയും ഈ ദേശത്തിൻ്റെയും ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെയും ഒക്കെ ഒരു മഹിമ കൊണ്ടുകൂടിയാണ്. അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. എത്രയോ കൈക്കാരന്മാർ ഈ പള്ളിമുറിയിൽ കൂടെ താമസിച്ച് അവരുടെ ഭരണപരമായ മികവും അല്ലെങ്കിൽ ഈ പള്ളിയെ പൊതുജനങ്ങളോട് ബന്ധപ്പെടുത്തി നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും ഇതൊരു പൊതു ഭവനം കൂടിയാണ്. വലിയ ധർമ്മം പൂർത്തിയാക്കിയ ഒരു കെട്ടിടമാണ്. ശരണകുന്ന പിതാവ് ഇവിടെ വരുമ്പോഴൊക്കെ ഈ പള്ളിയെക്കുറിച്ചും ഈ പള്ളിമേടയെക്കുറിച്ചും ഒക്കെ പറയുക. പ്രത്യേകിച്ച് ഗ്രാമീണ ജൂബിലി ഇവിടെ വെച്ച് നടത്തിയ അവസരത്തിൽ ഇവിടെ വരികയും വ്യാഴ്ചനെ കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്ത അവസരത്തിലും ഈ പള്ളിമേടയെക്കുറിച്ചും ഇതിൻ്റെ പുനരുദ്ധാര എന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പിതാവും താല്പര്യപൂർവ്വം ഇടപെടുകയും സംസാരിക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണങ്ങാനം പള്ളിമേട. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടുകൂടിയാണ് വേഗത്തിൽ ഇത്ര മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ച് ഞാൻ വിചാരിച്ചു കൃത്യമായിട്ട് ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. അദ്ദേഹം കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, വിശിഷ്ടികൾ ക്രമമായിട്ട് നടത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശിഷ്ടിക്ക് പോയിട്ടുള്ളത് ആട്ടപ്പാട്ടത്തിൻ്റെ പള്ളിയിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരു മാറ്റം കിട്ടി ചെല്ലുമ്പോൾ ആ പള്ളി വിശിച്ച് കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അതെല്ലാം കിട്ടി. ഇവിടെയും ഒരു സമയമായിട്ടിരിക്കുകയാണ്. അങ്ങനെ 4ാം തവണ ആട്ടപ്പാട്ടച്ഛൻ്റെ അടുത്ത് വിശിഷ്ടിക്ക് വരാൻ വേണ്ടി ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം കൃത്യമായിട്ട് അച്ഛൻ നോക്കുകയും വിശിഷ്ട നടത്തേണ്ടത് ജപാലനപരമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ അവസരമാണെന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛൻ തന്നെയും അത് കൃത്യമായിട്ട് നോക്കിയിരുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തുമാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ അച്ഛനെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യുവതാകേന്ദ്രത്തിൻ്റെ 10-18 വർഷങ്ങൾ സോഷ്യൽ സർവീസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. സഭയോടും സഭാ പാരമ്പര്യത്തോടുമെല്ലാം വലിയ ഒരു അടുപ്പം കാണിക്കുന്ന ആളാണ്. വലിയകാരനോടും എന്നോടുമൊക്കെ അച്ഛൻ എന്നും വളരെ വിശ്വസ്തയോടുകൂടി പെരുമാറുകയും വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പോഴൊക്കെ അധികം സമയം നിൽക്കാറില്ല. എങ്കിൽ പോലും ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട് അച്ഛൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. അച്ഛൻ്റെ ഒരു ജപാലന ശുശ്രൂഷയുടെ വലിയൊരു കാര്യമായിട്ടാണ് ഇവിടെ നിന്ന് വന്നത്. നമ്മുടെ പള്ളി പണിയിച്ച കാര്യവുമെല്ലാം നമുക്കറിയാം. കടുത്തുരുത്തിയും വളരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു. അതുപോലെ ഇതിനുണ്ടായിരുന്ന പള്ളി ഏറ്റവും ബൃഹത്തായ ഒരു പള്ളിയാണ് പണിയിച്ചത്. അതും വലിയ വർഷങ്ങൾ കൊണ്ട് അതിനുവേണ്ടി പ്രതിധ്വാനം ചെയ്ത് വലിയ മനോഹരമായ രീതിയിൽ അത് പൂർത്തിയാക്കാനായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ചെയ്തു. അങ്ങനെ ഈ യുവതിയെ വളരെയധികം വളർത്തിയ ഒരു ആളാണ് അത് എല്ലാവരും സംബന്ധിക്കും. ഒരു അതിശയോക്തിയും അതിനകത്തില്ല. അച്ഛൻ കടന്നുപോയ വഴികൾ നമ്മൾ നോക്കുമ്പോൾ ഈ യുവതയുടെ വളർച്ചയിൽ അങ്ങേയറ്റം കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു ആളെന്ന നിലയിലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതാനിലേക്കും അച്ഛനോടുള്ള അടുപ്പത്തിൻ്റെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള സ്ഥാനം ഈ യുവതയ്ക്ക് വേണ്ടി അച്ഛൻ ചെയ്ത അധ്വാനത്തിൻ്റെ നിലമാണ്. അതിനെയൊക്കെ തന്നെ പുറപ്പെട്ടു അച്ഛനവരെല്ലാം കുട്ടിക്ക് യോജിപ്പിച്ച് അതുപോലെ പോലത്തെ വലിയ കാര്യങ്ങൾ അച്ഛന് അഡ്മിനിസ്ട്രേറ്ററിന് വൈസ് സെക്രട്ടറി അവിടെ 9 അച്ഛന്മാരുണ്ട്. അവരെയും എല്ലാം കൂട്ടി നല്ല ഒരു കൺസോളിഡേഷൻ സോളിഡാരിറ്റി ഈ നാളുകളിലെ നമ്മുടെ കർദിനാളന്മാരും മേജറാഫീസർമാരും ലത്തീൻ സഭയുടെ തലവനും എല്ലാം ഇവിടെ വന്ന് പരിശോധന അർപ്പിച്ചു. അവരെല്ലാവരും തന്നെ അവിടെ പറഞ്ഞു ഒരു എല്ലാം തമ്മിലൊരു ഐക്യം കൊണ്ട് വലിയൊരു സ്നേഹം ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റിയെന്ന് ആ സഭാതലവന്മാരെല്ലാവരും എന്നോട് പറയുകയുണ്ടായി. അതെല്ലാം ഈ അച്ഛൻ്റെയും വ്യാഴ്ചൻ്റെയും ഒക്കെ ഒരു ജപാലനപരമായ കാഴ്ചപ്പാടിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തെക്കാരന്മാർ, കമ്മിറ്റിക്കാർ, മുകളിലത്തെ അവരുടെ ഇൻവിജിലേറ്റേഴ്സായിട്ടുള്ള വോളണ്ടിയേഴ്സായിട്ടുള്ള അവർ വലിയ ടീം, അവരുടെയൊക്കെ സഹകരണമൊക്കെ നമുക്ക് എല്ലാവർക്കും മാതൃക നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഒരു ദിവസം, പുണ്യപ്പെട്ട ഒരു ദിവസമാണിത്. ഇന്ന് ഇവിടെ ധാരാളം അച്ഛന്മാരും വലിയ പിതാവും അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഇവരുടെ കാര്യത്തിലെല്ലാം വരികയും വളരെ മനോഹരമായ ഷൈന് ഞങ്ങൾ ഒന്നിച്ചാണ് ഉദാശ ചെയ്തത്. എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു പള്ളിയുടെ ഉദാശ ഞങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യണം. ഉദാഹരണം ഞാൻ പറഞ്ഞപ്പം
ഞാൻ വന്നിരിക്കുന്നേ ഉള്ളതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോരാ, നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ജൂബിലി, നമ്മുടെ പ്ലാറ്റിനം ജൂബിലിക്കും ഞാൻ പറഞ്ഞിട്ട് അവിടെ കൂടണം. എല്ലാ കാര്യത്തിലും പിതാവിൻ്റെ സാന്നിധ്യവും കൂട്ടത്തിൽ നിന്ന് അതെല്ലാം ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അത് കണ്ട പൊതുജനങ്ങളും ദേശത്തുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടപ്പോഴെല്ലാം പിതാവിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞ് പറയുകയുണ്ടായി. പിതാവിൻ്റെ ആ ബലപ്പെടുത്തലും ആ സാന്നിധ്യവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിതാവിനെ കാണുന്നതും സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കും അതേക്കുറിച്ചൊരു പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു കൗതുകമാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്ന പിതാവിനെ കൈമായിട്ട് ഓർക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ ക്ലാരയ്ക്കും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു.